ഇന്ന് ലൈവിൽ നമ്മുടെ അനുമോളും അതുപോലെ ആര്യനും തമ്മിൽ ഒരു കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരേ കളർ ഡ്രസ്സ് ഇട്ട് വരിക, വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ അടുത്തടുത്തിരിക്കുക, ഒരേ കളർ ഡ്രസ്സ് ഇടുക. ഇതൊരു സൂചനയാണ്. ഇന്ന് ലൈവിൽ അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ ചുമ്മാ ഓരോരോ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയും ചാടിയൊക്കെ നടക്കുന്നുണ്ട്. സോ സംഭവം ആ ഒരു കോംബോ ഒക്കെ കാണാനൊക്കെ നല്ല രസമൊക്കെയാണ്. കാരണം ഇതൊരു സീരിയസ് ലവ് കോംബോ ആയിട്ടൊക്കെ ആൾക്കാർ. നമസ്കാരം. ബിഗ് ബോസിനകത്ത് ഓരോരോ ലവ് ട്രാക്കുകൾ വീട്ടുകാർ പൊളിച്ചു കൊണ്ടുവരികയാണ്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ അക്ബറും ജിസയിലും ബിൻസിയും സരികയും ബിന്നി എല്ലാവരും കൂടിയിട്ട് അനുമോളുടെയും ആരിലെയും ലവ് ട്രാക്ക് പൊളിച്ചു പോവുകയാണ്. വേറൊന്നുമല്ല, ഇവർ കൂട്ടത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അപ്പാനി ശരത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, അനുമോളുടെ നിന്നോട് എന്തോ ഒരു ഇമോഷൻ ഉണ്ടടാ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലെന്ന് എല്ലാവരും കൂടി പറയണമൊക്കെ അപ്പാനി ശരത്ത്. അപ്പോൾ ആരും എടുത്തേക്ക് പറയുകയാണ്, എടാ നമ്മൾ മനുഷ്യരല്ലടാ, എല്ലാവർക്കും എല്ലാവരും ഹ്യൂമാനിറ്റി ഉണ്ടാവത്തില്ല എന്നൊക്കെ ആരും എടുത്തേക്ക് പറഞ്ഞു. അപ്പോൾ അപ്പാനി ശരത്ത് തിരിച്ചു പറയുകയാണ്, അവൾക്ക് എന്നോട് എന്തോ ഒരു ഇമോഷൻസ് ഏറെ ഉണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ഇമോഷൻസ് അനുമോൾക്ക് പ്രത്യേകിച്ച് ആരും നിന്നോടുണ്ടെന്ന് പറയണം. ഇത്തെ കാര്യം പറയുകയാണ്, എടാ അങ്ങനെയൊന്നും ഇല്ലടാ, അത് അങ്ങനെയൊന്നും അല്ല, അത് വെറും വൈബാണ്, അത് അങ്ങനെയല്ല, ആരും തട്ടി വിടാണോ അല്ലെങ്കിൽ ആരും അത് ഒഴിവാക്കാൻ ശ്രമിക്കണോ. അപ്പോൾ ഇടത്തേക്ക് അക്ബർ മൂലൊക്കെ അക്ബർ പറയാണ്, അതേടാ അങ്ങനെയാണ്, എല്ലാം തുടങ്ങുന്നത് ആദ്യം ഒരു വൈബിൽ നിന്ന് അക്ബർ പറയാണ്. അനുമോളെ ആര്യന്റെ പേര് പറഞ്ഞ് കളിയാക്കുകയാണ് നമ്മുടെ ശൈത്യ. അപ്പോൾ അത് അങ്ങനെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശൈത്യയുടെ അടുത്ത് അനുമോള് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ചിരിച്ചുകൊണ്ടൊക്കെയാണ് ദേഷ്യപ്പെടുന്നത്. ഞാൻ എൻ്റെ അനുജനെ പോലെ, അതായത് ബ്രദറിനെ പോലെയൊക്കെയാണ് കാണുന്നത്, അങ്ങനെ കളിയാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശൈത്യ കളിയാക്കുന്നത് തുടരുകയാണ്. ഇന്ന് ലൈവിൽ നമ്മുടെ അനുമോളും അതുപോലെ ആര്യനും തമ്മിൽ ഒരു കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരേ കളർ ഡ്രസ്സ് ഇട്ട് വരിക, വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ അടുത്തടുത്തിരിക്കുക, ഒരേ കളർ ഡ്രസ്സ് ഇടുക. ഇതൊരു സൂചനയാണ്. ഇന്ന് ലൈവിൽ അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ ചുമ്മാ ഓരോരോ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയും ചാടിയൊക്കെ നടക്കുന്നുണ്ട്. സോ സംഭവം ആ ഒരു കോംബോ ഒക്കെ കാണാനൊക്കെ നല്ല രസമൊക്കെയാണ്. കാരണം ഇതൊരു സീരിയസ് ലവ് കോംബോ ആയിട്ടൊക്കെ ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിടത്തോളം. അതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ചാൻസ്. നമ്മുടെ ആര്യനെ വിളിച്ചുകൊണ്ട് പോയി തലയിൽ മറ്റേ ഒരു കവറൊക്കെ ചുരുട്ടി വെച്ച് കൊടുത്ത് മറ്റേ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ക്യാപ്പൊക്കെ വെച്ച് നടക്കണമെന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അനുമോള് തന്നെ കിടന്ന് ചിരിച്ച് മറിയുന്നതൊക്കെ കാണുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു കോംബോ പോകുന്നതിൽ അവിടെ പലർക്കും എതിർപ്പുള്ളതായും കാണാം. പലരുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് ഇവർ ഒന്നിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. പലരുടെയും അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ വരുന്ന ആൾക്കാർ പോലും നെറ്റി ചുളിച്ചുകൊണ്ടാണ് നോക്കുന്നത്. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ആര്യനും അനുമോളും ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരു കോംബോ ഗെയിം കളിക്കാനും ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നി. വരുമ്പോഴൊക്കെ ഈ കളിയാക്കലുകൾ തുടരുന്നുണ്ട്. നിലവിൽ അത് ശൈത്യയ്ക്കും അനുമോൾക്കും ഇടയിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ആര്യൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂപ്പരവിടെ വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ, ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ശൈത്യ അനുമോളെ ഈ ഒരു ആര്യന്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നത് കാണുന്നുണ്ട് ലൈവിൽ. വളരെ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ആ പയ്യൻ 23 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അനുമോൾക്ക് 10, 28, 30 വയസ്സെങ്ങാനുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോംബോയുടെ ഒരു പോസിബിലിറ്റി പോലും ഇല്ല. പക്ഷേ ഇവിടെ അനുമോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇല്ലേ ഇത്രയും ആൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ട് ഒരാൾക്ക് മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് മുഖത്ത് വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, അതുകൊണ്ട് സ്ക്രബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉപ്പോ പഞ്ചസാര എങ്ങാണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഒരാൾക്ക് മാത്രം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നല്ലേ ഇന്ന് രാവിലെ ജിസയിലുമായിട്ട് വഴക്കിട്ടതിന് ശേഷം പുറത്തു പോയിരിക്കായിരുന്നു. നമ്മളെല്ലാവരും പോയി വിളിച്ചിട്ട് വന്നില്ല. പക്ഷെ ആര്യം പോയി വിളിച്ചപ്പോൾ മാത്രം എണീറ്റ് വന്നു. ഇടയ്ക്കിടയ്ക്ക് ആര്യൻ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ആര്യനെ നോക്കുന്നതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. കിച്ചൺ ഏരിയയിൽ വെച്ചും ചില ഡൗട്ടുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പറയുന്നത് അനുമോളെ കുറിച്ചാണ്. അനുമോളും ആര്യനും തമ്മിൽ ഒരു ലവ് കോംബോ നടക്കുന്നുണ്ടെന്നാണ് ഇവരെല്ലായിട്ടാണ് പറയുന്നത്. ആര്യനും അനുമോളും ചേർന്നുകൊണ്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ശ്രമമാണെന്നാണ് വീട്ടുകാർ കരുതുന്നത്. ഇതിനിടയിൽ ജിസേല് പറയുന്നുണ്ട്, അപ്പോൾ അതാണ് അവർക്ക് എൻ്റെ അടുത്ത് ഇത്ര കുഴപ്പം, ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ആണല്ലോ, അതാണ് അവർക്ക് പ്രശ്നം, ഞാൻ അവൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്നു, അവൻ്റെ കൂടെയാണ് എപ്പോഴും നിൽക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്ര പ്രശ്നം, ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്ന് ജിസയിലും പറയുന്നുണ്ട്. ആര്യൻ ആകെ മൊത്തം ചമ്മി നാറി എണീറ്റ് പോയി, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ലവ് ട്രാക്കിന്റെ ഒരു ഗന്ധം ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. കമൻസ് നോക്കുകയാണെങ്കിൽ ആര്യൻ അനുമോൾ സൂപ്പർ ജോഡിയാണ്, ഏജ് ഒരു പ്രോബ്ലം അല്ല, ആര്യനും അനുമോളും തമ്മിൽ ഒരു സൈലന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, രണ്ടുപേരും തമ്മിൽ ഒത്തിരി കാണുന്നുണ്ട്. ആര്യൻ്റെ 26 വയസ്സാണ്. ആ പ്യുവർ ലവ് ആസ് നോ ഏജ് ബാരിയേഴ്സ്. അതേപോലെ അനുമോൾ ലവ് ട്രാക്ക്, അടുത്ത കമൻറ്റാണ്, അനുമോൾ ലവ് ട്രാക്ക് പിടിക്കാൻ ആദ്യം മുതലേ നോക്കുന്നുണ്ട്, പക്ഷെ ആരെയും ഒത്തു കിട്ടുന്നില്ല എന്ന് വേറെ ആൾ പറയുന്നത്. അടുത്താണ് കുത്തിക്കൊടുക്കുന്നത് ബിന്നിയാണ് ബിൻസിയോട് പറയുന്നത് അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ ലൈവ് കാണുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ആദില അപ്പാനിയോടും പറയുന്നുണ്ട് അനുവിന് ആര്യനോട് എന്തോ ഉണ്ടെന്ന്. ആര്യൻ ആണ് അനുമോളുടെ അടുത്ത് പോയിരിക്കുന്നതും സംസാരിക്കുന്നതും. അനുമോൾ ഇപ്പോഴും ശൈത്യ ആദില നൂറ് അവരുടെ കൂടിയായിരിക്കും. ശാരീരിക പേഴ്സണൽ ടാക്കിംഗ് റൗണ്ട് സംസാരിക്കുന്ന ദിവസം ശൈത്യ അനുമോൾ ഫസ്റ്റ് സോഫയിലിരുന്നു. അപ്പോൾ ആര്യൻ ബാക്കിലായിരുന്നു. എന്നിട്ട് അവൻ വന്ന് ഇവരുടെ സെൻറ്ററിലിരുന്നു. അനുമോൾക്ക് ഫാൻസ് ഉണ്ട് എന്ന് അവനും അറിയാം. അവരുടെ വോട്ട് പിടിക്കാനാണ്. റന ആണ് 24/7 അവേഴ്സും ആര്യൻ്റെ പിറകെ നടന്ന് സുഖിപ്പിക്കുന്നത്. എന്നിട്ട് അനുമോളെ പരിദൂഷണം പറയുന്നു. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വിത്ത് തെളിവ് സഹിതം. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി ചെക്ക് ചെയ്തോളി.